പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുഹൃദയ തിരുനാളിന്റെ മംഗളങ്ങൾ. 1856 മുതലാണ് ഈ തിരുനാൾ നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്നത്. ഞാൻ പ്രത്യേകം ഈ വീഡിയോ എടുക്കാനുള്ള കാരണം, സ്നേഹം നിറഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ അവസാനത്തെ ലേഖനം എഴുതുന്നത് ഈശോയുടെ തിരുഹൃദയ ഭക്തിയെ കുറിച്ചിട്ടായിരുന്നു. ഡെലിക്സിറ്റ് നോസ് എന്നായിരുന്നു ആ ചാക്രിക ലേഖനത്തിന്റെ പേര്. അതിൽ പ്രത്യേകം പറയുന്നൊരു കാര്യം, സ്നേഹം നഷ്ടപ്പെട്ട ഈ ലോകത്തിൽ ദൈവിക സ്നേഹം കൂടുതൽ അറിയപ്പെടുന്നതിന് വേണ്ടിയാണ് മാർപ്പാപ്പ ഈ ചാക്രിക ലേഖനം എഴുതിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഭക്തി സ്വീകരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരിൽ 12 വാഗ്ദാനങ്ങളാണ് ഈശോ വിശുദ്ധ മേരി മാർഗരറ്റ് അലക്കോക്ക് എന്ന് പറയുന്ന വിശുദ്ധനോട് വെളിപ്പെടുത്തിയത്. അതിൽ 2 വാഗ്ദാനങ്ങൾ എനിക്ക് പ്രത്യേകം നിങ്ങൾ ഓർപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ ഒരു വാഗ്ദാനം ഇപ്രകാരമാണ്: മന്ദതയിൽ കഴിയുന്ന ആത്മാക്കളെ ഉണർവിലേക്ക് നയിക്കുമെന്നതാണ് അതിൽ ഒരു വാഗ്ദാനം. അതുപോലെ തന്നെ ഈശോയുടെ തിരുഹൃദയ ഭക്തിയിൽ വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയിൽ ഉണർവിൽ കഴിയുന്ന ആത്മാക്കളെ പ്രത്യേകം പരിപൂർണതയിൽ നയിക്കുമെന്നാണ് മറ്റൊരു വാഗ്ദാനം. ഈ 2 വാഗ്ദാനങ്ങൾ എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ പ്രത്യേകം താല്പര്യം. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ചുറ്റുപാടിൽ നമുക്ക് നോക്കിയാൽ, ഇത് കേൾക്കുന്ന നിങ്ങളിലും എന്നിലും നമ്മളിൽ എല്ലാവരും ഒരു പക്ഷെ നമ്മൾ മന്ദതയിൽ കഴിയുന്നവരാകാം. അവർ പ്രത്യേകമായിട്ട് ഈശോയുടെ തിരുഹൃദയ ഭക്തിയിൽ അഭയം തേടുക, അവർ ഉണർവിലേക്ക് വരും. രണ്ടാമതായി, നമ്മൾ ഉണർവിൽ കഴിയുന്ന ആത്മാക്കളാണെങ്കിൽ പുണ്യപരിപൂർണത ആഗ്രഹിക്കുകയാണ് കർത്താവ് നമ്മളിലൂടെ. ഈശോയുടെ തിരുഹൃദയ ഭക്തി ഇതിന് നമ്മളെ പ്രാപ്തരാകട്ടെ. എല്ലാവർക്കും ഈശോയുടെ തിരുഹൃദയ തിരുനാളിന്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി നേരുന്നു. നമുക്കെല്ലാവർക്കും ഈശോയുടെ സ്നേഹം പോലെ, ഈശോയുടെ തിരുഹൃദയം പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്നവരെ മാറാം. ഈശോ അനുഗ്രഹിക്കട്ടെ. അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കേണമേ. അങ്ങേ